നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെ വീഴാതെ താങ്ങി നിർത്തുന്ന പ്രധാനമന്ത്രിയുടെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. സ്റ്റാലിനുമൊപ്പം നടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടത് കൈയിൽ പിടിച്ചായിരുന്നു പ്രധാനമന്ത്രി നടന്നിരുന്നത്. പക്ഷേ പെട്ടെന്ന് സ്റ്റാലിന് കാലിടറുകയായിരുന്നു, വീഴാനായി പോയി. അപ്പോൾ പിടിച്ചു നിർത്തിയതാകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഉദ്ഘാടന വേദിയിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി പ്രചരിക്കുന്നത്. 2036 ഒളിമ്പിക്സിൻ്റെ ആതിഥേയത്വം വഹിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്നാണ് ഖേലോ ഇന്ത്യ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. കായിക മേഖലയിൽ ഇന്ത്യക്ക് കൂടുതൽ കുതിപ്പ് നൽകാനും അതിലൂടെ ഇന്ത്യയെ രാജ്യാന്തര കായിക കേന്ദ്രമാക്കി മാറ്റാനും നമുക്ക് കഴിയും. രാജ്യാന്തര തലത്തിലെ നിരവധി കായിക പ്രതിഭകളുമായി നമുക്ക് ഇടപഴകാനുള്ളൊരു അവസരം ലഭിക്കുന്നതിലൂടെ മികച്ച രീതിയിൽ ഇന്ത്യൻ കായിക താരങ്ങൾക്ക് പുതിയൊരു ഭാവി വാഗ്ദാനം ചെയ്യാനും ഫലപ്രദമായ അവസരങ്ങൾ നൽകാനും നമുക്ക് സാധിക്കും. UPA സർക്കാരിൻ്റെ സമയത്തുണ്ടായിരുന്ന കായിക മേഖലയുമായി ബന്ധപ്പെട്ട അഴിമതികളും മറ്റും 10 വർഷം കൊണ്ട് നമ്മുടെ സർക്കാർ ഇല്ലാതാക്കിയെന്നാണ് പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത്. തമിഴ്നാടിനെ തന്നെ രാജ്യത്തിൻ്റെ കായിക തലസ്ഥാനമാക്കി മാറ്റുക എന്നത് DMK സർക്കാരിൻ്റെ ലക്ഷ്യമാണെന്നും സ്റ്റാലിൻ ഇതോടൊപ്പം പറയുകയുണ്ടായിരുന്നു. ഈ പരിപാടികളൊക്കെ നടക്കുന്ന സമയത്താണ് ശ്രീലങ്കയിൽ തടവിലാക്കപ്പെട്ട ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ മോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ വളരെ വേഗത്തിലാക്കാനുള്ളൊരു നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അദ്ദേഹം അവിടെ തന്നെ നിൽക്കുമ്പോൾ, തമിഴ്നാട്ടിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ ഈ 40 മത്സ്യത്തൊഴിലാളികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ലങ്കയിലെ തന്നെ ഇന്ത്യൻ എംബസിക്ക് കൃത്യമായ നിർദ്ദേശം നൽകി. കഴിഞ്ഞ 6 ദിവസത്തിനിടയിൽ തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിൽ നിന്നും മത്സ്യബന്ധനത്തിനും മറ്റുമായി പോയ, കടലിലേക്ക് പോയ 40ഓളം മത്സ്യത്തൊഴിലാളികളെയാണ് സമുദ്രാതിർത്തി ലംഘിച്ച് കടന്നു കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാരണം ചൂണ്ടിക്കാട്ടി ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തത്. നയതന്ത്ര തലത്തിലെ ചർച്ചകൾക്ക് തൊട്ട് പിന്നാലെ ഇവരെ മോചിപ്പിക്കാനുള്ള അനുമതി ശ്രീലങ്കൻ സർക്കാർ നൽകിയിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു വിവരം തന്നെയാണ്. പ്രത്യേകിച്ചും തമിഴ്നാടിനെ സംബന്ധിച്ച് ഏറെ സന്തോഷം പകരുന്ന ഒരു വാർത്ത കൂടിയാണ്. അത് സംബന്ധിച്ച കോടതി നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് അവരുടെ മോചനം സാധ്യമാക്കാനായി പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിക്കാൻ, അവരെ തമിഴ്നാട്ടിലേക്ക് എത്തിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ തന്നെ പല പരിപാടികളുമായി നിൽക്കുന്ന സമയത്ത് തന്നെ അവരെ തമിഴ്നാട്ടിലേക്ക് എത്തിക്കുക എന്നത് ഏറെ അഭിമാനകരമായ ഒരു ദൗത്യമാണ് എന്നുകൂടി കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഗുജറാത്ത് കഴിഞ്ഞാൽ ഏറ്റവും അധികം തീരപ്രദേശമുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ ഏറിയ ഭാഗവും തീരപ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുകയാണ്. അവരുടെ ഉപജീവന മാർഗമെന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ്. പക്ഷേ അതിനിടയിൽ സംഭവിച്ച അനിഷ്ട വിഷയം തന്നെയാണ് ഇപ്പോൾ ശ്രീലങ്കൻ ജയിലിൽ അവർ അടയ്ക്കപ്പെടാനായി കാരണമായത്. കഴിഞ്ഞൊരു 3 വർഷത്തിനിടയിൽ 800-ലധികം മത്സ്യത്തൊഴിലാളികളാണ് ഇങ്ങനെ ശ്രീലങ്കൻ നാവികസേനയുടെ പിടിയിലായതും അവരെ മോചിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെട്ട് നടത്തുന്നതും. ഇതിൽ ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യവും ഇതിനിടയിൽ ശക്തമായി ഉയർന്നു കേൾക്കുന്നുണ്ട്.